ഹലോ, ഒന്ന് പുറത്ത് പോയി ഫുഡ് കഴിച്ചാലോ? ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഒരു ലൈറ്റ് പർപ്പിൾ മൽച്ചന്തേരി ഫാബ്രിക്കിലുള്ള ഒരു ഔട്ട്ഫിറ്റാണേ. പുതിയ ഡ്രസ്സ് ആയതുകൊണ്ട് വെറുതെ കണ്ണാടിക്ക് മുമ്പിലൊരു ഷോ ഓഫ്, അത്രേ ഉള്ളൂ. ഇനി ഇതാ നമ്മൾ പെതുക്കെ ഇറങ്ങി ഹോട്ടലെത്തിയേ. ഈ മെനു കാർഡ് കണ്ടപ്പോൾ തന്നെ ചിലർക്കൊക്കെ മനസ്സിലായി കാണും ഇത് ഏത് ഷോപ്പാണ്, ഏത് ഹോട്ടലാണെന്നുള്ളത്. മെനു കാർഡ് ചുമ്മാ ഒരു രസത്തിന് നോക്കുകയാണ്. ഓർഡർ എന്താ പറയേണ്ടതെന്നുള്ളത് നമ്മൾ നേരത്തെ ഡിസൈഡ് ചെയ്ത് പോയതാണ്. അവസാനം എന്നും സ്ഥിരം ഓർഡർ ചെയ്യുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് എപ്പോഴും ഓർഡർ ചെയ്യാറ്. പിന്നെ അവരുടെ കുറച്ച് സിഗ്നേച്ചർ ഡിഷസ് നമുക്കിഷ്ടമുള്ള സാധനങ്ങളുണ്ട്, അവസാനം അത് തന്നെ ഓർഡർ ചെയ്യും. അപ്പോൾ ഇത് ഒരു ചിക്കൻ ബ്രോക്കലി പാസ്ത, പിന്നെ നമ്മുടെ ഷവായി, ചിക്കൻ ഷവായി, പിന്നെ നമ്മൾ പെറോട്ട, അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ സാലഡ് ഓർഡർ ചെയ്തിരുന്നു. ലാസ്റ്റ് നമ്മളൊരു ഐസ്ക്രീം ഓർഡർ ചെയ്തേ. അതുകൂടെ ആയപ്പോൾ കുറച്ച് ഓവറായോ എന്നൊരു സംശയമുണ്ട്. എന്നാലും വല്ലപ്പോഴൊക്കെയല്ലേ ഉള്ളൂ, അത്ര തന്നെ. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പതുക്കെ പൂജപ്പുര വഴി ഒന്ന് കറങ്ങിയാലോ എന്ന് വിചാരിച്ചു. കാരണം നവരാത്രി ആയതുകൊണ്ട് അവിടെ നല്ല ലൈറ്റ്സൊക്കെ ഉണ്ട് റോഡിൽ. നമ്മൾ ശരിക്കും കവടിയാർ ആ ഒരു ഏരിയയിൽ കൂടെ വന്നപ്പോഴേ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. നമ്മൾ സാറ്റർഡേ ആയിരുന്നെങ്കിൽ കൂടെ വലിയ തിരക്കില്ലാത്തപ്പം നമ്മൾ വിചാരിച്ചു ഇനി എല്ലാവരും ലുലുവിൽ പോയി കാണുമോ, എന്താണ് സംഭവം. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഭയങ്കര തിരക്കായിരുന്നു. പൂജപ്പുര ഈ ലൈറ്റ്സ് കാണാൻ വേണ്ടിയൊക്കെ ആൾക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു, നല്ല റഷായിരുന്നു. കുറേ കടകളുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഈ മരണക്കിണർ പാർക്ക് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവം, അതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ അതിലോട്ടൊന്നും പോയില്ല, ജസ്റ്റ് റോഡിൽ കൂടെ ഇങ്ങനെ ലൈറ്റ് കണ്ട് പോയതേ ഉള്ളൂ. പൂജപ്പുര എന്നും എനിക്കൊരു നൊസ്റ്റാൾജിയാണ്. കാരണം കല്യാണം കഴിഞ്ഞ് ആദ്യമായി താമസിച്ച ഒരു പ്ലേസ്, പിന്നെ ആദ്യമായിട്ട് ജോലി കിട്ടിയ സ്ഥലം പൂജപ്പുര തന്നെയാണ്. പിന്നെ എപ്പോഴും പൂജപ്പുര എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നതേ, നമുക്കൊരു കണ്ടം പൂച്ച ഉണ്ടായിരുന്നു. നമ്മളതിനെ പൂജപ്പുര കണ്ടം എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. എപ്പോഴും പൂജപ്പുര എന്ന് ഓർക്കുമ്പം അവനെ ഓർമ്മ വരും എനിക്ക്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ഇവിടെ താമസിക്കുന്നത് പൂജപ്പുര. അപ്പോൾ അങ്ങനെ കുറേ നല്ല ഓർമ്മകളാണ് എനിക്ക് പൂജപ്പുരയെ പറ്റി ഓർക്കുമ്പോൾ. ലൈറ്റ്സൊക്കെ നല്ലപോലെ ഉണ്ട്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇങ്ങനെ കുട്ടികൾക്കെന്നല്ല, നമുക്കും ഇഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ശുഭരാത്രി, നല്ലൊരു ദിവസമാകട്ടെ. ഓക്കെ, ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല, വെറുതെ ഒന്ന് പുറത്ത് പോയപ്പോൾ ഓർക്കാൻ വേണ്ടി എടുത്തു വെച്ചൊരു വീഡിയോ, അത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ, ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു ഓൾ.